ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. തമിഴ്നാട് തിരുവണ്ണാമലൈ നഗരത്തിലെ അണ്ണാമലൈ കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് അരുണാചലേശ്വര ക്ഷേത്രം. തമിഴ്നാട് സംസ്ഥാനത്തിലെ ഏറ്റവും ആദരണീയമായി കരുതപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിത്. അപ്രാപ്യമായ മല എന്നാണ് അണ്ണാമലൈ എന്ന പദത്തിനർത്ഥം. പ്രത്യേകിച്ച് അഗ്നിയുമായി ബന്ധപ്പെട്ട പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശിവഭഗവാൻ അരുണാചലേശ്വരൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഇവിടത്തെ പ്രതിഷ്ഠ അഗ്നിലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭൂമി, ജലം, വായു, ആകാശം, തീയ് എന്നിങ്ങനെ പ്രകൃതിയുടെ മൂലഘടകങ്ങളിൽ ഓരോന്നിന്റെ സാക്ഷാത്കാരം എന്ന് കരുതപ്പെടുന്ന പഞ്ചഭൂത സ്ഥലങ്ങൾ എന്നറിയപ്പെടുന്ന 5 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി അരുണാചലേശ്വര ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. 7-ാം നൂറ്റാണ്ടിൽ തമിഴ് ശൈവർ കൊത്തുപണികൾ ചെയ്തെടുത്തതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 10 ഹെക്ടർ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന പ്രവേശനദ്വാരത്തോടു കൂടിയ 4 നിർമ്മിതികൾ ഉള്ളവയും 11 അടി വീതിയും 66 അടി ഉയരവുമുള്ള ഏറ്റവും ഉയരമേറിയ കിഴക്കൻ ഗോപുരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിലായി നിരവധി ഉപക്ഷേത്രങ്ങളും കാണപ്പെടുന്നു. അണ്ണാമലയരും ഉണ്ണാമലൈ അമ്മനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി മണ്ഡപങ്ങളും കാണപ്പെടുന്നു. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ പണി കഴിക്കപ്പെട്ട 1000-ഓളം തൂണുകളുള്ള മണ്ഡപമാണ് ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത്. വർഷത്തിലൊരിക്കൽ വിവിധ ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന ഉത്സവ പ്രഭാതത്തിൽ 5:30 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയങ്ങളിൽ 6 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ആചാരങ്ങൾ നടന്നുവരുന്നു. നവംബറിനും ഡിസംബറിനും ഇടയിൽ വരുന്ന പൂർണിമ ദിവസം കാർത്തിക ദീപം ഇവിടെ ഉത്സവമായി ആചരിക്കുന്നു. ഇത് വലിയ ഒരു ദീപമായി കുന്നിൻ മുകളിൽ വെളിച്ചം വരുത്തുന്നു. ഈ കാഴ്ചയ്ക്ക് ഏകദേശം 3 ദശലക്ഷത്തോളം തീർത്ഥാടകർ സാക്ഷ്യം വഹിക്കാറുണ്ട്. ഓരോ പൂർണ്ണചന്ദ്രനും ശേഷമുള്ള ദിവസവും ഗിരിവലയം എന്നറിയപ്പെടുന്ന ഒരു ആരാധനയിൽ ഓരോ വർഷവും 1 ദശലക്ഷത്തോളം തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത്. ഭഗവാൻ ശിവന്റെ പത്നിയായ പാർവതി ദേവി ഒരിക്കൽ തമാശക്കായി കൈലാസ പർവ്വതത്തിലെ പൂന്തോട്ടത്തിലുള്ള ഒരു പുഷ്പം കൊണ്ട് ഭർത്താവിന്റെ കണ്ണുകൾ പൊത്തി. തുടർന്ന് ലോകം മുഴുവൻ വർഷങ്ങളോളം ഇരുട്ടിലായി. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മാത്രമേ ഇരുട്ട് അനുഭവപ്പെടുകയുള്ളൂ. എന്നാൽ പ്രപഞ്ചത്തിൽ നിന്ന് വെളിച്ചം മുഴുവൻ മാറുകയും ഭൂമി വർഷങ്ങളായി ഇരുട്ടിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഭൂമിയിലുള്ള ശിവഭക്തന്മാർ ബുദ്ധിമുട്ടിയപ്പോൾ പാർവതി ദേവിക്ക് താൻ ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നി. അവർ ശിവഭഗവാനെ തന്നെ തപസ് ചെയ്ത് അഭയം പ്രാപിച്ചു. തുടർന്ന് അണ്ണാമലയിലെ കുന്നുകളുടെ മുകളിൽ പരമേശ്വരനായ ശിവഭഗവാൻ ഒരു അഗ്നിഗോളമായി പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിൽ ഇരുട്ടുമാറി വെളിച്ചം ലഭിക്കുകയും ചെയ്തു. പിന്നീട് അർദ്ധനാരീശ്വര ദേവനായ ശിവഭഗവാൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതി ദേവിയിൽ ലയിച്ചു. അരുണഗിരി അഥവാ ചുവന്ന പർവ്വതം എന്നറിയപ്പെടുന്ന അണ്ണാമലൈ ഈ ക്ഷേത്രത്തിനു പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗത്തിന്റെ പ്രതീകമായാണ് അണ്ണാമലൈ കുന്നുകൾ കണക്കാക്കപ്പെടുന്നത്. ഒരിക്കൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും തങ്ങളിൽ ആർക്കാണ് മേൽക്കൈമ എന്ന് അറിയുവാനായി മത്സരിച്ചപ്പോൾ ശിവഭഗവാൻ അഗ്നിരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു തന്റെ ഉൽപ്പത്തി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ അവരെ വെല്ലുവിളിച്ചെന്നും മറ്റൊരു ഐതിഹ്യം പറയുന്നു. അഗ്നിമലയിലെ ശിവലിംഗത്തിന്റെ അടിസ്ഥാനം ഏതിന്മേലാണ് ഉറപ്പിച്ചതെന്ന് അറിയുവാനായി ബ്രഹ്മാവ് ഒരു അരയന്നമായി ആകാശത്തേക്ക് പറന്നു. വിഷ്ണു രൂപമായ വരാഹം ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്തു. ഈ സംഭവത്തെ ലിംഗോത്ഭവ സങ്കല്പം എന്നാണ് വിളിക്കുന്നത്. മിക്ക ശിവക്ഷേത്രങ്ങളിലും പടിഞ്ഞാറേ ഭിത്തിയിലെ പവിത്രമായ സ്ഥലത്ത് ലിംഗോത്ഭവ സങ്കല്പം പ്രതിഷ്ഠിക്കപ്പെടുന്നു. ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ശിവലിംഗത്തിന്റെ സ്രോതസ് കണ്ടെത്താനായില്ല. വിഷ്ണു തന്റെ തോൽവി സമ്മതിച്ചപ്പോൾ ബ്രഹ്മാവ് ആകാശത്തിന്റെ അത്യുന്നതങ്ങളിൽ ആ സ്ഥാനം കണ്ടെത്തിയെന്ന് നുണ പറഞ്ഞു. ഇതിനുള്ള ശിക്ഷയായി ഭൂമിയിൽ ആരാലും ആരാധിക്കപ്പെടാതെ പോകട്ടെ എന്നുള്ള ശിവന്റെ ശാപവും ബ്രഹ്മാവിന് ലഭിക്കുകയുണ്ടായി. അരുണാചല മലയുടെ അടിവാരത്തിൽ 25 ഏക്കർ പ്രദേശത്തായി കിഴക്കോട്ട് ദർശനമായാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. കിഴക്കും പടിഞ്ഞാറുമുള്ള ക്ഷേത്ര മതിലുകൾ 700 അടിയും തെക്ക് 1479 അടിയും വടക്ക് 1590 അടിയും എന്നിങ്ങനെ വിവിധ അളവുകളിലാണ് കാണപ്പെടുന്നത്. കൊത്തുപണികളും ക്ഷേത്രത്തിലെ ചില നിർമ്മിതികളും AD 9-ാം നൂറ്റാണ്ടിലേതാണെന്ന് അക്കാലത്ത് ഭരിച്ചിരുന്ന ചോള സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ രേഖപ്പെടുത്തിയ ഒരു ലിഖിതത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 9-ാം നൂറ്റാണ്ടിനു മുമ്പ് കാഞ്ചീപുരത്ത് നിന്ന് ഭരിച്ചിരുന്ന പല്ലവ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു തിരുവണ്ണാമല എന്ന് കൂടുതൽ ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നു.
ഇതിന്റെ 4 വശങ്ങളിലായി പ്രവേശന കവാടങ്ങളോട് കൂടിയ 4 ഗോപുരങ്ങൾ കാണപ്പെടുന്നു. കിഴക്കേ ഗോപുരമായ രാജഗോപുരമാണ് ഇവയിൽ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം. രാജഗോപുരത്തിന്റെ അടിത്തറ ഏകദേശം 135 അടിയും 90 അടിയും അളവുകളിൽ കരിങ്കൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ കൃഷ്ണദേവരായർ തുടക്കം കുറിച്ച് ഇന്ന് പൂർത്തിയാക്കിയത് സേവക നായികയായിരുന്നു. AD 1572 ശിവനേശൻ, അദ്ദേഹത്തിന്റെ സഹോദരനായ ലോകനാഥ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗോപുരം നിർമ്മിക്കപ്പെട്ടതെന്ന് ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നു. തെക്കേ ഗോപുരം തിരുമഞ്ചൻ ഗോപുരം എന്നും പടിഞ്ഞാറുള്ളത് പൈ ഗോപുരം എന്നും വടക്കേ ഗോപുരം അമ്മിണി അമ്മൻ ഗൗരമി ഗോപുരം എന്നുമാണ് അറിയപ്പെടുന്നത്. കൃഷ്ണദേവരായർ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരവും പുറമതിലുകളും നിർമ്മിച്ചതായി തഞ്ചാവൂരി ആന്ധ്രരാജ ചരിത്രമുവിൽ പരാമർശിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ആകെ ചുറ്റുമതിലുള്ള 5 പ്രദക്ഷിണ വഴികൾ കാണപ്പെടുന്നു. ഇവയിൽ ഓരോന്നിലും ശിവവാഹനമായ കാളരൂപത്തിലുള്ള നന്ദിയുടെ ബൃഹത് രൂപങ്ങളും കാണാം. വെള്ളാള മഹാരാജ ഗോപുരം, കിളിഗോപുരം അല്ലെങ്കിൽ തത്തഗോപുരം എന്നിവയും ഇവിടെയുള്ള ഗോപുരങ്ങളിൽ ഉൾപ്പെടുന്നു. നന്ദി, സൂര്യൻ എന്നീ ദേവന്മാരുടെ കോവിലുകളും ഇവിടെ കാണപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ മതിലുകൾക്ക് പിന്നിൽ വിഷ്ണുവിന്റെ അവതാരമായ വേണുഗോപാല സ്വാമിക്ക് ഒരു പ്രതിഷ്ഠയുണ്ട്. ശ്രീകോവിലിനുള്ളിൽ സോമസ്കന്ദർ, ദുർഗ, ചണ്ഡീകേശ്വരൻ, ഗജലക്ഷ്മി, അറുമുഖസ്വാമി, ദക്ഷിണാമൂർത്തി, സ്വർണഭൈരവർ, നടരാജൻ, ലിംഗോദ്ഭവർ തുടങ്ങിയ പ്രതിഷ്ഠകൾ കൂടാതെ ശിവലിംഗവും കാണപ്പെടുന്നു. പ്രതിഷ്ഠകൾ വിശ്രമിക്കുന്ന പവിത്ര അറയായ പള്ളിയറയും കാണപ്പെടുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള ആദ്യ പ്രദക്ഷിണ വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രദക്ഷിണ വഴിയിൽ ഉണ്ണാമലൈ അമ്മന്റെ മന്ദിരവും സ്ഥിതി ചെയ്യുന്നു. അമ്മനെ നിൽക്കുന്ന നിലയിൽ ചിത്രീകരിക്കുന്നു. സംബന്ധ വിനായകർ ബലിപീഠത്തിന്റെയും കൊടിമരത്തിന്റെയും വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. 1000 മണ്ഡപത്തിന്റെ തെക്കുഭാഗത്തായി സുബ്രഹ്മണ്യന് വേണ്ടിയുള്ള ഒരു ചെറിയ കോവിലും ഒരു വലിയ കുളവും കാണപ്പെടുന്നു. ഭൂഗർഭ ശിവലിംഗമായ പാതാളലിംഗം ഇരിക്കുന്ന സ്ഥലം രമണ മഹർഷി പ്രായശ്ചിത്തം അനുഷ്ഠിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവഗംഗ എന്നറിയപ്പെടുന്ന കുളത്തിന്റെ വടക്കൻ തീരത്ത് ശിവഗംഗ വിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ ചുറ്റുമതിലിനരികിൽ 16 തൂണുകളുള്ള ഒരു ദീപദർശന മണ്ഡപമുണ്ട്. പവിത്രവും ഔഷധ ഗുണമുള്ളതുമായി കണക്കാക്കപ്പെടുന്ന ഇവിടത്തെ ക്ഷേത്രവൃക്ഷമായ ഒരു ഇലഞ്ഞി മരത്തിന്റെ ശാഖകളിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ചെറുതൊട്ടിലുകൾ ഭക്തിപൂർവ്വം കെട്ടിത്തൂക്കി പ്രാർത്ഥിക്കാറുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഭൂമിയും ആകാശവും വേർപിരിഞ്ഞ സമയത്ത് ഈ മരം ക്ഷേത്രത്തിൽ എത്തിയതാകാമെന്നും പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്നു. കല്യാണ മണ്ഡപം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. വിജയനഗര ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മറ്റു ശിവക്ഷേത്രങ്ങളെ പോലെ തന്നെ പൂജാരികൾ ബ്രാഹ്മണ ഉപജാതി ശൈവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. രാവിലെ 5:30 ഉഷക്കാലം, 8 മണിക്ക് കാലശാന്തി, രാവിലെ 10 മണിക്ക് ഉച്ചിക്കാലം, വൈകിട്ട് 6 സായരക്ഷയും, വൈകിട്ട് 8 മണിക്ക് രണ്ടാം കാലം, രാത്രി 10 മണിക്ക് അർത്ഥജാമം എന്നിങ്ങനെ ക്ഷേത്രാചാര പ്രകാരമുള്ള പൂജാവിധികളും ആചാരങ്ങളും ദിവസത്തിൽ 6 തവണ നടത്താറുണ്ട്. വർഷം മുഴുവൻ ഇവിടെ നിരവധി ഉത്സവങ്ങൾ നടത്താറുണ്ട്. ബ്രഹ്മോത്സവം 4 പ്രധാന ഉത്സവങ്ങളായാണ് പ്രതിവർഷം ആഘോഷിക്കുന്നത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നവംബർ മാസത്തിലും ഡിസംബർ മാസങ്ങളിലും കാർത്തിക കൈ മാസത്തിൽ കാർത്തിക ദീപത്തിന്റെ ആഘോഷത്തോടനുബന്ധമായി നടക്കുന്ന ഉത്സവമാണ്. അരുണാചല കുന്നിന്റെ മുകളിൽ 3 ടൺ നെയ്യ് ഉപയോഗിച്ച് അണ്ടാവ് പോലെയുള്ള വലിയൊരു പാത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നു. എല്ലാ പൗർണമിയിലും 10,000-കണക്കിന് തീർത്ഥാടകർ അരുണാചലമല നഗ്നപാതരായി അരുണാചലേശ്വരനെ ആരാധിക്കാനെത്തുന്നുണ്ട്. ഈ പ്രദക്ഷിണം ഏകദേശം 14 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ്. ഗിരിവലയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എല്ലാ വർഷവും ജനുവരി മാസം പകുതിയോടെ തമിഴ് മാസം തായി വരുമ്പോൾ മറ്റൊരാഘോഷം തിരുവുണ്ടൽ ആഘോഷിക്കുന്നു. ജനുവരി 15-നും 16-നും ഇടയിലുള്ള മാട്ടുപൊങ്കലിൽ രാവിലെ പഴങ്ങൾ, പൂമാലകൾ, മധുര പലഹാരങ്ങൾ എന്നിവ കൊണ്ട് നന്ദിയെ അലങ്കരിക്കുന്നു. ശിവഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു.